മത്തായി 19:26. മത്തായി 19:26. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പറഞ്ഞ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പൊ ഈ ഒരു വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു നോട്ടാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അതിവിടെ മാത്രമല്ല, ലൂക്ക 1:37 പറയുന്നുണ്ട്, അല്ലേ? ലൂക്ക 1:37 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യം അല്ല. അപ്പൊ ഇവിടെ ഒരു പ്രശ്നം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല്, പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസം എന്നോട് സൂചന തന്നത് ദൈവത്തിന് എല്ലാം സാധ്യമാണ്. പക്ഷേ സാധ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം ലളിതമല്ല, സിമ്പിളല്ല എന്ന്. അത് ഭയങ്കര സീരിയസ് ജ്ഞാനമാണത്. അതെന്താ കാര്യം ലളിതമല്ലെന്ന് പറയാൻ, സിമ്പിളല്ലെന്ന് പറയാൻ കാരണം, സിമ്പിൾ ആയിരുന്നെങ്കിൽ, എന്തുകൊണ്ടാണ് സിമ്പിൾ അല്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ നീതിബോധമാണ്. മനസ്സിലായില്ലേ? എല്ലാം ഇപ്പം നിങ്ങൾ പഠിച്ചില്ലേലും മറ്റവൻ്റെ കോപ്പി അടിച്ചാൽ ജയിക്കുമെന്നുണ്ടെങ്കിൽ എന്ത് സിമ്പിളാ. കോപ്പി അടിച്ചാലേ അടുത്ത് നിൽക്കണവൻ്റെ പരീക്ഷയിൽ നിന്ന് കോപ്പി അടിച്ചാൽ ജയിക്കുമെങ്കിൽ എന്ത് സിമ്പിളാ. പഠനമത്ര സിമ്പിളല്ല, പരീക്ഷ ജയിക്കണത്ര സിമ്പിളല്ല. കാര്യം എന്താണ്? പഠിച്ചിട്ട് തന്നെയാണ് ജയിക്കേണ്ടത്. അതോടെ നീതിയുണ്ട് എൻ്റെ അടുത്ത്. എല്ലാ കാര്യത്തിലും നീതിയുണ്ട്. ശരിക്കും ദൈവ പൈതലിന് നീതി പൈതലെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. നീതി പൈതൽ എപ്പോഴും ഓർത്തേക്കണം. ഈ കവനൻ്റ് ആൻഡ് നീതി പൈതൽ ബന്ധമുള്ളതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ നീതി പൈതലെന്ന് ചിലപ്പോൾ കേട്ട് കാണത്തില്ലായിരിക്കും. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ജോസ്ന ആൻ്റണി എന്നും പറഞ്ഞൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. അവളാണ് ഈ നീതി പൈതൽ പറയണത് ആദ്യമായിട്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലേ പണ്ടത്തെ സാക്ഷ്യമൊന്നുമല്ല. ആൾക്കാരൊക്കെ ഈ കവനൻ്റെ തലക്കടിച്ചിട്ട് ദൈവവുമായിട്ട് ജീവിച്ചിട്ട് മാതാവിൻ്റെ അറ്റപ്പറ്റ ജ്ഞാനത്തിലേക്കാണ് ഈ ആൾക്കാർ പോണത്. നീതി പൈതൽ. ഇവൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇവളെ നീതി പൈതലും ദൈവം വിളിക്കാൻ കാരണം, ഇവളെ ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. ഇവിടെ മെഡിക്കലിന് ഫിറ്റല്ല ആളെ. അതാണ് പ്രശ്നം. മെഡിക്കലിന് വെച്ച് കഴിഞ്ഞാൽ നട്ടലിനൊരു വളവുണ്ട്, എക്സ്റേയിലും ആ വളവുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഇനി ഇവൾക്ക് കയറിപ്പോണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മെഡിക്കൽ വരണം. ആ മെഡിക്കലിന് പോകാൻ നേരത്ത് ജോസ്ന ആൻ്റണി പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം, ഈ വേൾഡ്ലി ആയിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് നമ്മളെ തെറ്റിച്ചിട്ട് ആധ്യാത്മികത ആ ഒരു റേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടുവരും. അപ്പോൾ ജോസ്ന മെഡിക്കലിൽ നിൽക്കുകയാണ്. അവളുടെ ലൈഫ് ഒന്നെങ്കിൽ സ്ഥലം നോയാകാൻ പോവുകയും, ഒന്നെങ്കിൽ അവൾ രക്ഷപ്പെട്ട് കയറിപ്പോവും, അല്ലെങ്കിൽ ഇതിനാലെ അവളുടെ ജീവിതം ഒടുങ്ങും. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ നിൽക്കുമ്പോൾ ഇവൾ പറയുന്ന ഒരു ജ്ഞാനമുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ തോക്കും, ഞാൻ ഔട്ടാവും. ചിലപ്പോൾ ഞാൻ മെഡിക്കലിനെ ജയിക്കും, ഞാൻ കയറിപ്പോവും. പക്ഷെ ഒരു കാര്യം, നമ്മൾ തമ്മിലൊരു ധാരണ വേണം. ഞാൻ നേരത്തെ ഒപ്പിട്ട് തരികയും ഞാൻ തോറ്റാലും ജയിച്ചാലും നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ഇതാണ് കവനൻ്റെ റിലേഷനിൽ കയറിപ്പോണത്. അവരുടെ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തെ ഒരിക്കലും ഒരു മെറ്റീരിയൽ ബെനിഫിറ്റ്സുമായിട്ട് ആണ് നമ്മൾ ഉടമ്പടിയുടെ ആദ്യ കാലങ്ങളിൽ അങ്ങനെയാണ് മനുഷ്യൻ ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ഫിസിക്കൽ ബെനിഫിറ്റ്സുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യും. എന്നുവെച്ചാൽ ഭൗതികമായ ആനുകൂല്യങ്ങളുമായിട്ട് നമ്മൾ ദൈവത്തിനെ ലിങ്ക് ചെയ്യും. ഈ ലിങ്ക് ചെയ്യുന്ന തൊടൽ ഇവളെ പൊട്ടിച്ചു കളയും.
മെഡിക്കലിൽ നിൽക്കുകയാണ്. കർത്താവ്, എൻ്റെ ഒരു ബോഡി വളവുണ്ടെന്ന് എനിക്കറിയാം, ഐ നോ ഇറ്റ്. എൻ്റെ നട്ടലിന് വളവുണ്ടെന്ന് എനിക്കറിയാം, ആ മെഡിക്കലി പ്രൂവ് ചെയ്ത കാര്യമാണ്. എൻ്റെ എക്സ്റേ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് കയറി പോയിരിക്കാൻ പറ്റത്തുമില്ല. പക്ഷെ ഞാൻ മെഡിക്കലിൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ തമ്മിൽ നേരത്തെ ഒരു ധാരണ വേണം. എന്താണ്? ഞാൻ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷന് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലെന്ന്. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നിലപാട് നേരത്തെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും. കാര്യം ഇതിനെന്ന് വെച്ചാൽ ഒരു 10-75 മാർക്കുണ്ട് ഈ ഒറ്റ ഉത്തരത്തിന്. ഒറ്റ ഉത്തരത്തിന് 75 മാർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ നേരത്തെ പറയുകയാണ്, നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ ജീവിതത്തിൽ തോറ്റാലും നമ്മൾ തമ്മിലുള്ള റിലേഷനെ ഇത് ബാധിക്കുന്നതല്ല. ആ റിലേഷൻ പോലെ തന്നെ മുന്നോട്ട് പോകും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഉടമ്പടി കാലത്തിനുള്ളിൽ ഈശോയുമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഇവർ നല്ലൊരു റിലേഷനിൽ ചെന്നായിരുന്നു. എന്നിട്ട് ഇവരെ എപ്പോഴും ഈശോയോട് പറഞ്ഞു, ഈശോ ഉടമ്പടി നിയോഗം നീ തന്നെയാണെന്ന് പറയും. അതാണ് വിഷയം. അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് ഇവർ ചെന്നായിരുന്നു. എന്താ പറയും, ഈശോ ഉടമ്പടിയുടെ നിയോഗം, എൻ്റെ നിയോഗം നീ തന്നെയാണ്, ബാക്കിയെല്ലാം ഇഫക്ട്സ് ആണ് എൻ്റെ. ബാക്കിയുള്ള ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ബെനിഫിറ്റ്സ് എല്ലാം നീ തന്നാൽ ഞാൻ വാങ്ങിക്കും, ഐ ആം ഹാപ്പി. നീ തന്നില്ലെങ്കിൽ ഞാൻ ഹാപ്പി. കാര്യം എന്താണ്? എൻ്റെ നിയോഗം നീയാണെന്ന്. ദൈവസ്നേഹമാണ്. അത് പരിശുദ്ധാത്മ നിറയുമ്പോഴുണ്ടാകുന്ന ഒരു ജ്ഞാനമായിട്ട് വരണത്. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി അതുവേണ്ടി പ്രാർത്ഥിക്കാം. ആ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിനായി എൻ്റെ മക്കൾ ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ച് കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റവും വലിയ സ്വത്തായിട്ട് കാണുവാനും അത് എല്ലാം നഷ്ടപ്പെട്ടു, അത് നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാം നേടിയ പോലുള്ള ആന്തരിക ജ്ഞാനത്താലങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അസാധ്യമായിരിക്കുന്നുമില്ല എന്റെ അസാധ്യമായിരിക്കുന്നുമില്ല എന്റെ എന്റെ നടത്തുന്നു എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെ. അസാധ്യമായിരിക്കുന്നുമില്ല എന്റെ Hi, my name is Aroke Das. I don't speak Malayalam, but I'm going to share this testimony in English. My wife is Catherine Preeta. My daughter is Ashley. She is doing 6th grade, and my son is Daniel Das. He's doing KG1. We are basically from Muscat, Sultanate of Oman. Our entire family is living there. We are from Coimbatore, but right now we are actually living in Muscat, Oman. So the reason why I'm actually standing here in front of you is to share the testimony of the marvelous deeds that Mother Mary and God, the Lord Jesus Christ, has done for us in our family. So around 3 years before, my daughter and then my wife came here, and they met
Father VP Joseph. And one question Father VP Joseph asked, "Where is your father?" And she said, like, she is in, she said, like, he is in Muscat and then he is doing the job. Father VP Joseph said, "Pray for your father and for your father's job." That's the only word that Father has said, and then, he just left. And from that day onwards, when they came back to Muscat, they have been telling us that, "Papa, you need to pray for your job, and because your job security is not so great, you'll have to actually pray for it." So while I was facing a lot of challenges, pressure too much in my current organization, I was looking for an alternative. And I was searching for it, but my wife pushed me a lot. And she said, like, you need to get into Covenant so that you can get a better opportunity. And I was reluctant and willingly I traveled in the year 2025 February, and then I came here and then I took the Covenant, which was completely unwilling because I was not willing to take into the Covenant because of the force that my wife and my family gave. I came here and then I was trying to get into the Covenant, and I was just rigorously following those, the protocols and the principle that Covenant was saying. But I was literally feeling like uncomfortable. The main reason was, I'm basically from Tamil Nadu. For me, it is more of Velangani, church. When I feel like, I want to meet Mother Mary, I go to Velangani and then I get the blessings. If that is the case, what is this Kribasanam? What is this Mother Mary? Something new. Why do I need to believe? So I was having a question of, if Father VP Joseph had a vision of Mother Mary, why do I need to promote Father VP Joseph? So that's started having a question in my mind. And I was also reluctant in making a prayer at 5:30 in the early morning apparition prayer. Later I started realizing that it is not that I am actually promoting Father VP Joseph, it is I am promoting for the Mother Mary. So that is the kind of a mindset it started coming into my life. Then I started basically getting into the actual the religious life. So I felt like I should basically come back here and then renew my covenant. That's where I came here on 8th July 2025 from Muscat, and then I took the covenant here. From that day onwards, I've been rigorously following the covenant prayer for my job and my family, for the peace of a family and all. On 87th day in the covenant, I got the job opportunity from Dubai. So it was exactly on October 25th, if I'm not wrong, that is the mega rally that was happening here. So I booked a flight ticket for my whole family, and they are supposed to come here for the mega rally. And during that time, my visa also in the current company was expiring. So I was in a dilemma whether to actually travel for the mega rally or to stay back. Somehow I couldn't make it because of the visa, delay in, processing the visa. I sent only my wife and then, my daughter, and then I had to stay. But I got the opportunity from, Dubai. I was so happy that, Mother Mary has given a great, marvelous deeds here. So I'm going to get a job in Dubai. I'm going to shift my family from Muscat to Dubai. All the kind of, happiness was there in me. And in fact, after a couple of weeks, when I got the offer letter from the company, I also filed the resignation in my current company, which means that, I wanted to leave, which the current company has only 1 month notice period. So it was the third week of that particular, period where I got a call from Dubai company whom they have offered. They said like, they are going to change the entire benefit that they have offered in my, a salary package, where I will not be able to get visa for my family. I will not be able to get insurance for my family. Also, I will not be able to get the flight ticket for my family. The complete salary packages, everything got, changed. It was a kind of a disaster where I was in a situation, the current company, I already filed a resignation.
And the new company where I want to join also, they have actually, changed the complete, benefits. This is where I was completely a kind of a shocked, and I was not having a, kind of a peace of mind. This is the exact moment after a week time, I got a counter offer from my, current company itself, that they have realized my, value, and they have given me the same offer which the company which was actually willing to give it, from Dubai. The same designation and the same, the salary package, everything, where I was actually working as a head of technology. Now I've been promoted to Deputy Chief Technology Officer, which we call it as Deputy CTO. And my entire family, no need to travel from, shift from Muscat to, Dubai. In fact, I started calling the package movers where we need to, pack the household items and then shift to the other country. I talked to the schools for getting the transfer letters. I did all the work where I can shift my, place from Muscat to Dubai. All got shaked, and then, suddenly this happened where whatever the wish I had, everything got fulfilled with the same company and with the same, package. And I would like to, thank Mother Mary first and foremost, and our Lord Jesus Christ for doing this marvelous deeds. And I will also would like to, publicly apologize for thinking that initially I was having a mindset, why should I promote, Father VP Joseph when he had a vision with Mother Mary? Is it because I want to actually promote him? No, it is because we wanted to promote, Mother Mary in front of the public world. That's the way I started thinking. I would like to apologize also. That's my testimony. And I would like to mention one more also for my wife. She is a staff nurse, and she is right now homemaker. And we were trying to get a driving license for my wife. And it was very, very difficult. It is not like India where we can apply for a driving license and then we should be able to get in a month of time. Here, we had to go through a rigorous, processing, and it was multiple, attempts of test. She has been using the blessed articles, and then she was able to get that, license within a span of time. It was really a, marvelous deeds that Mother Mary has done for us. And when it comes into the missionaries' life, we are Catholic. We ensure that we go to church every day, 6 o'clock in the morning. We get up at 5 o'clock, 5:30, we ensure that we recite the apparition prayer in English, and then we get into 6 o'clock morning prayer. And the time when we drive our car, we never play the cinema songs. Always the morning prayer. The morning prayer is like, our daily bread, prayer we actually, pray. And when it comes into the evening time, when I drive back from the office to the house, we always pray the retreat that, eventually get telecasted on, Tuesday afternoon time. So we ensure that, there is no cinematic, programs, no cinematic, songs or music is played in our house, also in our car. We are always wanted to ensure that we are very close to God. That's a kind of a missionary life we are living. When it comes into charity, I had a very clear prayer saying that if I get this opportunity, the high salary, whatever salary I get it, the first month, I'm going to donate it. So this was the first month salary where I got it last week. I have actually, ensured that it reaches multiple institutions and then multiple, charity, organization, including Kribasanam Trust. I have transferred that money. I'm very glad that, I have done this. And I've also doing that, 10 to 15% of my, monthly salary is going to such, institutions and then the organization. When it comes into my wife's side of it, she's also was going through a lot of, a struggle when it come. She was going through a stomach pain around 6 to 8 months back. We had multiple, tests. We had colonoscopy, we have endoscopy, we have multiple tests. Almost 1 month medication was happening and nothing worked out. She was very kind of an upset, and then she was telling that, Yeta, I will go to, Kribasanam, just book a flight ticket.
that's the one day, like, I was wondering, like, how come she can travel in a single day and then come back. Somehow she was able to make it by her own. She came here and then, got the blessings from, Father Joseph. And then after 3 days, she started feeling like, the pain is completely gone. That's the another, miraculous deeds that Mother Mary has done. In fact, there are multiple, deeds, multiple, ways Mother Mary is actually blessing us on our day-to-day life. I would like to testimony this particular one, because this is the first time in my life I am getting into a stage like this and then I am speaking. And I would like to be a kind of a complete follower of, Kripasanam Mother Mary, and we wish that, we also, spread the similar kind of, faith and religious and, the joy to all over the world. And thank you once again for Mother Mary and our Lord Jesus Christ. First of all, I would like to thank Our Lady of Kripasanam and our Lord Jesus Christ for giving me my life back. We always distribute the newsletters. We take 6 to 8 packets of it, and then we distribute it in our church, Holy Spirit Catholic Church, Gala, Muscat. We distributed not only our newsletters, but there will be a few of people who leave it in the chapel or the church premises. We take those newsletters and give it to other people, ensuring that there's no newsletter left behind to throw. Secondly, I apologize to Mother Mary for making her sad by disobeying her and hurting her badly. I apologize and I promise that I'll be a better child. And for my apology, I learned the Our Father and the Hail Mary in the language which Jesus spoke, Aramaic. And I would like to tell that we always fast 5 days before we give the newsletters to our church members, so that God can tell us who to give and who not to give. We also fast for Father VP Joseph, so that on every Saturday, so that in order to pray for him, we fast every Saturday without fail for Father to get well. Thank you. ആദ്യമായിട്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു. ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് കഴിഞ്ഞ 5/3/2024 5/5/2024 ഞാൻ ഈ സന്നിധിയിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു. അന്ന് 6 നിയോഗങ്ങൾ ഞാൻ മാതാവിന് മുമ്പിൽ എൻ്റെ ഉടമ്പടി പത്രികയിൽ എഴുതി ഇവിടെ മാതാവിൻ്റെ പേടകത്തിൽ അർപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. ഒന്ന്, എനിക്ക് സ്വന്തമായിട്ട് 1 സെൻറ്റ് സ്ഥലം പോലും ഇല്ലായിരുന്നു. 2 കയറി കിടക്കാനൊരു വീടില്ല, ഒരു തൊഴിൽ, കടബാധ്യത, അങ്ങനെ അനേകം പ്രശ്നങ്ങൾ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് 5 ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയി. 3 ദിവസം കഴിഞ്ഞില്ല, എനിക്ക് 5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. വെറും 1000 രൂപ അഡ്വാൻസ് കൊടുത്ത് 4.25 ലക്ഷം രൂപയുടെ സ്ഥലം ഞാൻ വാങ്ങുന്നു. അതിനുശേഷം ബാക്കി പൈസ കൊടുക്കണം. പലരിൽ നിന്നായി 1 ലക്ഷം രൂപ കടം വാങ്ങി. ആ പൈസ കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് വേറൊരു തൊഴിലില്ലല്ലോ, അറിയാവുന്ന ഒരു തൊഴിൽ ഡ്രൈവിംഗാണ്, ഒരു വണ്ടി വാങ്ങിക്കാം. ഞാൻ എൻ്റെ ഇടവകാരിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛനോടൊക്കെ ഞാനൊരു വണ്ടി വാങ്ങിക്കാൻ പോവാണ്, ചേട്ടനെ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു ബൊലേറോ എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നോട് പറഞ്ഞു. ഞാൻ പലരെയും സമീപിച്ചു. അവസാനം എൻ്റെ കൂട്ടുകാരൻ 1 ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു ബൊലേറോ തന്നു. ബാക്കി 3 ലക്ഷം രൂപ അവന് കൊടുക്കണം, സ്ഥലത്തിൻ്റെ ബാക്കി പൈസ കൊടുക്കണം. ആ സ്ഥലം തന്ന ചേച്ചിയാണെങ്കിൽ പട്ടയം എഴുതി തരുന്നില്ല. ഞാൻ വീണ്ടും ഈ നടയിൽ വന്നു. ഈ നടയിൽ വന്നിട്ട് ഇവിടുന്ന് ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് പുറത്തെ മാതാവിന് മുമ്പിൽ കരഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോവാണ്, ഇനി എനിക്ക് ഉത്തരം തരാതെ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരികയില്ല എന്ന്. ആ സമയം എന്നെ വില്ലേജ് ഓഫീസിൽ വിളിച്ചു. ഇതാ ചേട്ടൻ്റെ സ്ഥലത്തിൻ്റെ പട്ടയം റെഡിയായിട്ടുണ്ട്, ചേട്ടൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊള്ളുക എന്ന്. ഞാനിവിടുന്ന് ചെന്ന് സ്ഥലത്തിൻ്റെ പട്ടയം വാങ്ങിക്കുന്നു. എന്നെക്കുറിച്ചോ എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചോ എൻ്റെ ഫാമിലിയെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാത്ത അമേരിക്കയിൽ നിന്നുള്ള കുറച്ച് സിസ്റ്റർമാരും ഒരു വൈദികനും എന്നെ തേടി പിടിച്ച് ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിൽ വരുന്നു. എനിക്കൊരു ഭവനം, ചേട്ടാ
ഇന്ത്യയിൽ ആകപ്പാടെ 15 പേരൊക്കെ ഒരു ഭവനമുള്ളൂ. അതിൽ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൽ ചേട്ടൻ്റെ പേരാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ചേട്ടനൊരു വീട് വെച്ച് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. 20 ലക്ഷം രൂപ മുടക്കി എനിക്ക് അവരൊരു വീടും വെച്ച് തന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ വീട് വെഞ്ചരിച്ചു. താക്കോൽ എനിക്ക് കൈമാറി. ആ വീടിൻ്റെ താക്കോലാണിത്. അതുപോലെ വണ്ടി ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഈ മാതാവിൻ്റെ നടക്കൽ എൻ്റെ വണ്ടിയിൽ ആളുകളുമായിട്ട് വരുന്നുണ്ട്. വെറും 7 പേരെ ഉള്ളൂ എങ്കിലും 172 കിലോമീറ്റർ വൺ സൈഡ് ഓടി ഇവിടെ എത്തണം. ആഴ്ചയിൽ 2 ദിവസം ഞാൻ ഈ നടയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. വ്യാഴാഴ്ച ഇവിടെ നിന്ന് തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, മുണ്ടക്കയത്തിൻ്റെ മേളിൽ മുറിഞ്ഞുപുഴയിൽ വഴിയിൽ 5 ആന നിൽക്കുകയാണ്. 5 ആന. ഞാൻ ടേണിങ് തിരിഞ്ഞ് ഞാൻ കയറി ചെല്ലുന്നു. 5 ആന, 2 ആന നേരെ പുറം തിരിഞ്ഞു. ഞാൻ മാതാവേ എന്നൊന്ന് വിളിച്ചു. ഞാൻ കാല് കൊടുത്തു. എൻ്റെ വണ്ടി പാസ് ചെയ്ത് പോയി. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വണ്ടിക്കാരോട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ഇറങ്ങിപ്പോരുത്, ആന വഴിയിലുണ്ട്. ചേട്ടാ ഒരിക്കലും അവിടെ ആന ഇല്ലാത്തതാണെന്ന് പറഞ്ഞു. ശരിയാണ്, എൻ്റെ ഈ 53 വയസ്സിനിടയ്ക്ക് ഞാൻ ഒരിക്കലും മുറിഞ്ഞുപുഴയിൽ ഞാൻ ആനയെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും കണ്ടു. അവരും രക്ഷപ്പെട്ടു. അമ്മ മാതാവിൻ്റെ ഒറ്റ കൃപ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഞാൻ വീണ്ടും വണ്ടി എടുത്തു. ഇന്ന് വെളുപ്പിന് 5 മണിക്ക്, കൃത്യം 5 മണിക്ക് ഞാൻ ഇവിടെ എത്തി. എൻ്റെ കൂടെ അനേകായിരം ആളുകൾ ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഉടമ്പടി എടുക്കുന്നവരുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുക്കുന്നുണ്ട്. എൻ്റെ വീടിനടുത്ത് ആകാശപ്പറവ എന്ന് പറഞ്ഞ കുറച്ച് വൃദ്ധജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് എന്നാൽ കഴിയാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. കുമ്പസാരം കുർബാന മാസത്തിൽ 2 ദിവസമുണ്ട്. എൻ്റെ ഇടവകപ്പള്ളിയിൽ കൈക്കാരനായിട്ട് പുതിയതായിട്ട് ഞാനിപ്പോൾ കയറി. എനിക്ക് അനേകരെ സഹായിക്കാൻ, അനേകരെ എനിക്ക് എൻ്റെ ഈ അമ്മയുടെ നടയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് എനിക്കിവിടെ വന്ന ഉടമ്പടി എടുത്തതിൽ ലഭിച്ച ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ആഴ്ചയിൽ ഒരിക്കൽ വരാൻ പറ്റി, അല്ല 2 പ്രാവശ്യം വരാൻ പറ്റി. എൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു. അര ലിറ്റർ മദ്യം ഒരു ദിവസം എനിക്ക് തികയത്തില്ലായിരുന്നു. ഒറ്റയ്ക്ക് ഒരു ദിവസം 1/2 ലിറ്റർ മദ്യം. ആ മദ്യപാനം നിർത്തി. ബാക്കി ദുസ്വഭാവങ്ങളെല്ലാം നിർത്തി. സന്തോഷവും സമാധാനമായിട്ട് പോകുന്നു. 7 മണിക്ക് കുടുംബ പ്രാർത്ഥന. രാവിലെ 5 മണിക്ക് എണീക്കും, പ്രാർത്ഥന ചെല്ലും. 5:30 മാതാവിനോടുള്ള പ്രാർത്ഥനകൾ ചെല്ലും. അങ്ങനെ പോകുന്നു. ഭാര്യയുണ്ട്, ഒരു കുഞ്ഞുണ്ട്. ഇനിയും അനേകരെ ഈ നടയിലേക്ക്, അമ്മയുടെ നടയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം സഹോദരങ്ങളെ, വണ്ടിക്ക് ഓട്ടം കിട്ടുവാനും അനേകരെ അമ്മയുടെ ഈ നടയിലേക്ക് കൊണ്ടുവരാനായിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. സ്തുതിയായിരിക്കട്ടെ.